ഓം നമോ ഭഗവതേ സായിശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ശ്രീരാമകൃഷ്ണൻ കൽക്കട്ടയിലെ ഭവതാരിണി ക്ഷേത്ര സന്നിധിയിലിരുന്ന് ലോകചരിത്രം വിവേകാനന്ദനെ കൊണ്ട് മാറ്റി എഴുതിച്ചയാളാണ് ശ്രീരാമകൃഷ്ണൻ. പള്ളിക്കൂടത്തിൽ പോകാത്ത, ഭൗതിക ലോകത്തിന്റെ കണ്ണുമിന്നിക്കുന്ന വിവരങ്ങൾ ഒന്നും അറിയാത്ത ഒരു സാധു ഗ്രാമീണൻ. പക്ഷേ ലോകം ആ പാദത്തിൽ മുട്ടുമടക്കി നമസ്കരിച്ചു. ആ തപോനിർഭരമായ ജീവിതത്തിൽ ഒരിക്കൽ പോലും ശ്രീരാമകൃഷ്ണൻ തന്റെ ഈശ്വരസിദ്ധികൾ പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. വിവേകാനന്ദ സ്വാമികൾ പറയും പോലെ മനുഷ്യ മനസ്സുകളെ ഒരുക്കി തന്നിഷ്ടം പോലെ പുനർനിർമ്മിക്കുന്ന മഹാത്ഭുതമല്ലാതെ മറ്റൊരു അത്ഭുതവും ശ്രീരാമകൃഷ്ണൻ പരസ്യമായി ചെയ്തിട്ടില്ല. ഈശ്വരലഹരിയിലാണ്ട ശ്രീരാമകൃഷ്ണന് ഉന്മാദമാണെന്നും ഭ്രാന്താണെന്നും മറ്റും പരിഹസിക്കാൻ അന്നും ജനങ്ങൾ കുറവല്ലായിരുന്നു. കേശവചന്ദ്രസേനൻ, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ഗിരീഷ് ഘോഷ് എന്നിവരെ പോലുള്ള അന്നത്തെ പ്രശസ്തരും പ്രഗത്ഭരും ശ്രീരാമകൃഷ്ണനിലെ മഹത്വം തിരിച്ചറിഞ്ഞിരുന്നു. അവരൊക്കെ ആ പാദസേവനത്തിന് സദാ സന്നദ്ധരുമായി. പക്ഷേ പരമഹംസദേവൻ അതിനൊന്നും ആഗ്രഹിച്ചില്ല. തൊണ്ടയിൽ അതീവ വേദനയുള്ള അർബുദവും പേറി എത്ര കാലം ശ്രീരാമകൃഷ്ണൻ ജീവിച്ചു? ഒരിക്കൽ പോലും തന്റെ രോഗം ശമിപ്പിക്കാനായി അദ്ദേഹം ഒന്ന് സങ്കല്പിക്കുക പോലും ചെയ്തിട്ടില്ല. തന്റെ ഒരൊറ്റ സങ്കല്പത്താൽ അദ്ദേഹത്തിന് നേടാനാകാത്തതായി യാതൊന്നും ഉണ്ടായിരുന്നില്ല എന്നുകൂടി അറിയുക. അക്കാര്യം എത്രയോ വട്ടം ആ ജീവിതത്തിൽ നാം കാണുന്നുണ്ട്. ഒരിക്കൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ, ഒരു പിടി പൂഴിമണലിൽ നിന്ന് ഇത്രയും വിവേകാനന്ദന്മാരെ സൃഷ്ടിക്കാൻ എന്റെ ഗുരുദേവൻ ഇച്ഛിച്ചാൽ മതി, അത് അങ്ങനെ തന്നെ സംഭവിക്കുമായിരുന്നു. ആ മഹാപുരുഷനാണ് രോഗയാതന മുഴുവനും അനുഭവിച്ചു തീർത്തത്. ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാനാകാത്ത നൊമ്പരമുള്ള രോഗം. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയെങ്കിലും അതിനു മാത്രമെങ്കിലും ഉള്ള രോഗശമനത്തിനായി പ്രാർത്ഥിക്കാൻ ശ്രീരാമകൃഷ്ണനോട് നരേന്ദ്രൻ യാചിച്ചു. പ്രിയ ശിഷ്യന്റെ നൊമ്പരം കണ്ട് ഉള്ളുരുകി അദ്ദേഹം മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. പക്ഷേ പ്രാർത്ഥനയ്ക്ക് ശേഷം പറഞ്ഞത് എന്താണ്? കുഞ്ഞെ, ഇക്കാണുന്ന വായിലൂടെയെല്ലാം ഭക്ഷണം കഴിക്കുന്നത് നീ തന്നെയല്ലേ? അതുപോരെ എന്ന് ദേവി ചോദിച്ചു. ഈ ദർശനം പറഞ്ഞതിന് ശേഷം പരമഹംസൻ പറഞ്ഞു, ശപ്പൻ, നീ പറഞ്ഞത് കേട്ട് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ അമ്മയുടെ അരുളപ്പാട് കേട്ട് ഞാൻ നാണിച്ചുപോയി. ഈ മനോനില മഹാപുരുഷന്മാർക്കല്ലാതെ മറ്റാർക്കും ഉണ്ടാകും? ലോകം മുഴുവൻ വിവേകാനന്ദൻ എന്ന കൊടുങ്കാറ്റിനെ അഴിച്ചുവിട്ട ആ ഇച്ഛാശക്തിയെ എന്തേ ശ്രീരാമകൃഷ്ണൻ സ്വന്തം ശരീരത്തിൽ പ്രയോഗിച്ചില്ല? ആലോചിക്കുക. രാമനും കൃഷ്ണനുമായി വന്നയാൾ തന്നെയാണ് ഈ രാമകൃഷ്ണ ശരീരത്തിൽ കുടികൊള്ളുന്നതെന്നും ആ രോഗശയ്യയിൽ കിടന്നുകൊണ്ട് നരേന്ദ്രന്, വിവേകാനന്ദന് രാമകൃഷ്ണൻ ഉറപ്പുകൊടുത്തതും ചരിത്ര സത്യം. ശരീരം പ്രകൃതി കാര്യങ്ങളാണ്. പ്രകൃതിയുടെ സ്വഭാവം തന്നെ മാറ്റമാണ്. അത് അറിവുള്ളത് കൊണ്ട് അവതാരപുരുഷന്മാർ പ്രകൃതി കാര്യങ്ങളിൽ വളരെ വിരളമായി മാത്രമേ ഇടപെടാറുള്ളൂ. മഹാലക്ഷ്മി എന്നും വിദ്യാദേവതയായ ശാരദയെന്നും മഹാമായ എന്നും ശ്രീരാമകൃഷ്ണൻ വിശേഷിപ്പിച്ച ശ്രീ ശാരദാദേവി അനുഭവിച്ച ദാരിദ്ര്യ ദുഃഖത്തിന് എന്തു വിശദീകരണം നമുക്ക് കൊടുക്കാനാകും? എൻ്റെ കുട്ടികൾക്ക് കഴിക്കാനും കിടക്കാനുമുള്ള വക കൊടുക്കണമേ എന്ന് ആ മഹാതപസ്സിനി പ്രാർത്ഥിക്കുന്നതും നമുക്ക് ചരിത്രത്തിൽ വായിക്കാമല്ലോ. ആധ്യാത്മിക അടിത്തറയിൽ നിന്നല്ലാതെ ഇതിന് ഉത്തരം പറയാൻ ഏത് ഭൗതിക ശാസ്ത്രത്തിന് കഴിയും? സ്വാമി വിവേകാനന്ദൻ സമ്പന്ന കുടുംബത്തിൽ സ്വാധീനമുള്ള സാഹചര്യങ്ങളിൽ ജനനം. അകാലത്തുണ്ടായ പിതൃവിയോഗം കുടുംബസ്ഥിതി ആകെ താറുമാറാക്കി. വീട്ടിൽ ദാരിദ്ര്യത്തിന്റെ കരിനിഴൽ പരന്നു. ഉണ്ണാനും ഉടുക്കാനും പോലും കഷ്ടപ്പാട്. സഹോദരിയുടെ ആകസ്മിക അപകടമരണം. എന്തു ചെയ്യേണ്ടു എന്നറിയാത്ത അവസ്ഥ. അതിനിടയിൽ ഗുരുനാഥനായ ഒരേ ഒരു ആശ്രയമായ ശ്രീരാമകൃഷ്ണ ദേവന്റെ ദേഹത്യാഗം. വളരെ ചെറുപ്പമായിരുന്നു അന്ന് നരേന്ദ്രന്. താൻ ലോകത്തിലെ സഹോദരിമാരുടെ കണ്ണീരൊപ്പാൻ ശ്രമിക്കണോ അതോ സ്വന്തം വീട്ടിലെ കണ്ണീരൊപ്പാൻ ശ്രമിക്കണോ? ഈ ചോദ്യം സ്വാമി വിവേകാനന്ദനെ ആശയക്കുഴപ്പത്തിലാക്കിയ നീണ്ട ദിനരാത്രങ്ങൾ. ഒടുവിൽ തീരുമാനിച്ചു, ഈ ശരീരം പരോപകാരത്തിനു വേണ്ടി മാത്രമാണ്. പിന്നെ ഭാരതത്തെ അറിയാനായി പദയാത്ര. യാത്രക്കിടയിൽ അനുഭവിച്ച ദാരിദ്ര്യം, അപമാനം, ക്ലേശങ്ങൾ. ഒടുവിൽ ചിക്കാഗോവിലേക്ക്. അവിടെ നേരിട്ട അപവാദ പ്രചാരണങ്ങൾ, മിഷനറിമാരുടെ എതിർപ്പുകൾ. ഇതിനിടയിൽ കൂടി യാത്ര ചെയ്യുമ്പോഴും ആ മഹാതപസ്വി ഉറച്ചു തന്നെ നിന്നു. ഒടുവിൽ ഭാരതത്തിന്റെ മഹത്തായ സന്ദേശം ലോകത്തിന് സമ്മാനിച്ചു. തിരിച്ചെത്തിയപ്പോൾ തഴുകാനും അനുമോദിക്കാനും ജനങ്ങളുണ്ടായി. ശരിയായി ആഹാരം കഴിക്കാൻ പോലും സാധിക്കാതെ എത്രയോ ദിനരാത്രങ്ങൾ വിവേകാനന്ദ സ്വാമികൾ തള്ളി നീക്കി. കഠിന യത്നങ്ങൾക്കൊടുവിൽ ആ ദിവ്യശരീരം ശിഥിലമായി.
ആശയഗാംഭീര്യത്താൽ ലോകം മുഴുവനും ഉഴുതുമറിച്ച വിവേകാനന്ദ സ്വാമികളുടെ ഭൗതിക ജീവിതം സുഖസമൃദ്ധമായിരുന്നോ? സ്വാമി രാമതീർത്ഥൻ വിവേകാനന്ദ സ്വാമികളുടെ തീപ്പരി പ്രസംഗം കേട്ട് വേദാന്തത്തിൽ ആകർഷനായ പുണ്യപുരുഷൻ കയ്യിൽ ഒരൊറ്റ പൈസ പോലുമില്ലാതെ അമേരിക്കയിലേക്ക് വേദാന്ത പ്രചരണത്തിനായി യാത്ര. വിവേകാനന്ദ സ്വാമികളുടെ സ്നേഹപൂർവ്വമുള്ള നിർബന്ധം കൊണ്ടാണ് രാമതീർത്ഥൻ യാത്ര പുറപ്പെട്ടത്. അവിടെ അമേരിക്കൻ പ്രസിഡന്റിന്റെ അതിഥിയായി അദ്ദേഹം കഴിഞ്ഞു എന്നറിയുമ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം ഊഹിക്കാനാകും. അമേരിക്കയിലെ 13 സർവകലാശാലകൾ PhD ഡിഗ്രി കൊടുക്കുവാൻ തയ്യാറായി. രാമതീർത്ഥൻ സ്നേഹപൂർവ്വം അതെല്ലാം നിരസിച്ചു. 33-ാം വയസ്സിൽ ഭിലാംഗ് ഗംഗയിൽ ഇറങ്ങി ശരീരം ത്യജിച്ചു. എന്തും കൈപ്പിടിയിൽ ഒതുക്കാവുന്ന വലിയ സ്വാധീനവും സമൃദ്ധിയും ഉണ്ടായിട്ടും തികഞ്ഞ നിസ്സംഗതയോടെ അദ്ദേഹം ജീവിതം നയിച്ചു. ഓം തത് സത്ത്.